വെഞ്ഞാറമൂടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ 3-4 പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമാണ് ലാസ് അനി. ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന വെഞ്ഞാറമൂട്ടിൽ പുതിയൊരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നവീനമായൊരു സാംസ്കാരിക രാഷ്ട്രീയ സംസ്കാരത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിലേക്കെത്തിയപ്പോഴും പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേറിട്ട വഴി വെഞ്ഞാറമൂട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ് അനി. എല്ലാ സാംസ്കാരിക സംഘടനകളെയും ലക്ഷ്യം പോലെ തന്നെയാണ് വെഞ്ഞാറമൂട് സാംസ്കാരിക വേദി. എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാഴ്ചപ്പാട്. അതിലേക്ക് വരാനുള്ളതൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിൻ്റെ വിശദമായ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. വെഞ്ഞാറമൂടിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു 10-40 വർഷത്തിലേറെ കാലം ഒരു ഇടതുപക്ഷ പ്രവർത്തകനായി സഞ്ചരിച്ച ഒരാളാണ്. അത് ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് ആ നിലപാടിൽ 2025 ഒരു മാറ്റം വരുത്തേണ്ടി വന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. ആ സമയത്ത് ഞാൻ വെഞ്ഞാറമൂട് നെഹ്റു യൂത്ത് സെൻ്ററിൻ്റെ സെക്രട്ടറിയാണ്. 2008 മുതൽ അതിൻ്റെ സെക്രട്ടറി പ്രവർത്തിച്ചു. സ്വാഭാവികമായും എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കപ്പെടുമെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിൽ ജനാധിപത്യ മര്യാദയും മറ്റു കാര്യങ്ങൾ പാലിച്ചെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. എൻ്റെ ഒരു പൊതുപ്രവർത്തന രീതി എന്ന് പറയുന്നത് എപ്പോഴും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാംസ്കാരിക പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സഞ്ചാരരേഖ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. അപ്പോൾ അത് വിട്ടുകൊണ്ടൊരു പൊതുപ്രവർത്തനമില്ല. അങ്ങനെയാണ് വളരെ ആലോചനകൾക്ക് ശേഷം സഹകരിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വെഞ്ഞാറമൂട് സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് വെഞ്ഞാറമൂടിൽ ഇനിയും ഇത്തരം സാംസ്കാരിക സംഘടനകൾക്ക് സ്പേസ് ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. ഒരു വലതുപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് സാധാരണ എന്താണ് പ്രസക്തി എന്ന ചിന്ത സാധാരണഗതിയിൽ ഉയർന്നു വരുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനം ഒരു ഇടതുപക്ഷത്തിന് മാത്രം അനുയോജ്യമായ ഒന്നാണ് കരുതുന്നൊരു വലിയ വിഭാഗം ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ധാരണ തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ ഞാൻ കൂടി പ്രവർത്തിച്ചിരുന്ന നെഹ്റു യൂത്ത് സെൻ്റർ എന്ന് പറയുന്ന സംഘടന, അത് വെഞ്ഞാറമൂട്ടിൽ രൂപീകരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. മലയാളത്തിലെ ശ്രീ പേനസിൽ അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ രൂപീകരണം നടത്തുമ്പോൾ അത് കോൺഗ്രസ്സാണ് മുൻകൈയെടുത്തത്. അത് ഓരോ കാലത്തും വന്നിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ വലതുപക്ഷത്തിന് ഒരു സാംസ്കാരിക സ്പേസ് ഇല്ലെന്ന് ചോദിച്ചാൽ വളരെ വലിയ സ്പേസ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, ഈ പാർലമെൻ്ററി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സാംസ്കാരിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന വ്യക്തിത്വമായി മാറും എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കിട്ടുന്നൊരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലർക്കും ആ മേഖലയിൽ താല്പര്യം കാണില്ല. എന്നാലും സാംസ്കാരിക പ്രവർത്തനം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് ഇടത് വലത് വ്യത്യാസമില്ലാതെ വലിയൊരു സ്പേസ് വെഞ്ഞാറമൂട്ടിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. വെഞ്ഞാറമൂട്ടിൽ നാടൻ മോഷം എന്നൊരു നാടകം അവതരിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ തയ്യാറായപ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ നാടകം ഒരു ഇടതുപക്ഷ അനുഭവമുള്ള സംഘടനകളിലെ സാധാരണ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നു. ഒരു കലാരൂപം നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളതാണ് പ്രധാനം. അതിലാരെ വിമർശിക്കുന്നു, ആരെ വിമർശിക്കുന്നില്ല എന്നുള്ളതല്ല. ആ നാടകം കൃത്യമായി പരിശോധിച്ചാൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ നന്നായി വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കലാരൂപമാണ് നാടൻ മോഷം എന്ന നാമിച്ച നാടകം. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു മുന്നേറ്റത്തെ സഹായിക്കുകയാണെങ്കിൽ, അത് പുരോഗമനപരമാണെങ്കിൽ, ആ നാടകം അല്ലെങ്കിൽ അത്തരം കലാരൂപങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കലാരൂപം ഈ കാലഘട്ടത്തിൽ അത് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണുകയും അങ്ങനെ അത് അവതരിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മെയ് 1 ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ അവതരിപ്പിച്ചത്. അതൊരു വലിയ വിജയമായി ഏറ്റെടുത്തത് തെറ്റിയില്ല എന്ന ബോധ്യം പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. അത് വെഞ്ഞാറമൂട് സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ആവേശവും ഉണർവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വെഞ്ഞാറമൂട് സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഒരു ആരംഭശൂരത്വമാകുമോ എന്ന് ഉത്കണ്ഠപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല.
നാടൻ മോഷം എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഡ്രാമയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു ബ്രേക്കില്ലാതെ ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ച ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.